ഇന്നലെ നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. ഒരു വശത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കുന്നതും മറുവശത്ത് വിപ്ലവകരമായ ജനക്ഷേമ പദ്ധതികളുമായി 16ാം കേരള നിയമസഭയ്ക്ക് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കമായതുമാണ് കേരളം ഉറ്റുനോക്കുന്ന ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണം, ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ പരിഷ്കാരങ്ങൾ എന്നിവയാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം ശക്തമാക്കാൻ ആവശ്യമായ നിർണായക തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ 12ഓളം കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടത്തുകയും CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ മൊഴികളെ സാധൂകരിക്കുന്ന സുപ്രധാന രേഖകൾ കണ്ടെത്തുകയും ചെയ്തു. വീണ വിജയന്റെ ഫോൺ പരിശോധനാ ഫലവും ഡിജിറ്റൽ തെളിവുകളും വിശകലനം ചെയ്ത ശേഷം ചോദ്യം ചെയ്യലിനായി അവർക്ക് ഉടൻ തന്നെ സമൻസ് അയക്കാനാണ് EDയുടെ നീക്കം. എന്നാൽ ഈ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL കമ്പനി ഹൈക്കോടതിയെ സമീപിക്കാൻ അടിയന്തര നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം പിണറായിയുടെ വീട്ടിൽ നടന്ന പരിശോധന പൂർണ്ണമായും കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും അതിൽ സംസ്ഥാന സർക്കാരിനെ പങ്കില്ലെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങൾ ആവശ്യപ്പെടുമ്പോഴല്ല, മറിച്ച് വിഷയം കൃത്യമായി പഠിച്ച ശേഷം എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനി ബാബയാണ്. 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാൽ ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യയോട് പറയാം, എൻ്റെ മുഖത്താണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരാം. ദയവ് ചെയ്ത് എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയാൻ വേണ്ടേ? ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്, ഉചിതമായ സമയത്തല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തി തുടങ്ങിയില്ലേ നിങ്ങളോട്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും തന്നു? അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. എന്നിട്ട് 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം, നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം. റിക്വസ്റ്റാണ്. അല്ലല്ല ഇങ്ങനെ അതല്ല. ഞാൻ അങ്ങനെ ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ആളാണ്. നോ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇല്ല ഞാനിപ്പോൾ വന്നിരിക്കുമല്ലേ. ഇല്ല നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ലായിരുന്നില്ല. പിന്നെയാണ് നിങ്ങൾ 12 പ്രാവശ്യം ചോദ്യം ചോദിക്കണം. നോ നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ ആക്കല്ലേ, അങ്ങനെ താരതമ്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കല്ലേ. നിങ്ങൾ ഈ വിഷയം കേൾക്കണോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട സമയം തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം എനിക്കത് പഠിച്ചും മനസ്സിലാക്കിയിട്ട് പറയാൻ പാടുള്ളൂ. പെട്ടെന്നങ്ങ് പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ സമയം തീരുമാനിക്കേണ്ടത് അതിനുള്ള അവകാശം എനിക്ക് തന്നെ. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അതിനുള്ള അവകാശം ഞാൻ എപ്പോഴും തരും. മനസ്സിലായല്ലോ? ആയതുകൊണ്ടാണല്ലോ പറയാൻ പോകുന്നത്. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അത്രേ എനിക്ക് അവകാശം വേണം. ഞാൻ പറയട്ടെ, ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ചോദിച്ചതിന്. ഇതെന്താണ് സംഭവം? ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണുള്ളത്? ഒരു റോളും ഇല്ല സംസ്ഥാന ഗവൺമെൻറ്. ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത്. ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട്
അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന വിവരം ഗവൺമെൻറ്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട അദ്ദേഹമാണ്. കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സമീപനം ശരിയാണോ? ആ സമീപനം ശരിയാണോ? ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ അവിടെ ഇതിൻ്റെ അകത്ത് നടന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കൂടിയല്ലേ ഇത്? ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ആ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. 4 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. ഇതുവരെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ അധികാരത്തിൽ നിന്ന് LDF ഗവൺമെൻറ് താഴെ ഇറങ്ങുന്നത് വരെ ഒന്നും ചെയ്തില്ല അവർ. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണോ ചെയ്ത്? അല്ല. അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു, പല പ്രാവശ്യമായിട്ട് തുടർച്ചയായി ആ കേസുമായിട്ട് സഹകരിച്ചു, ഇല്ലേ? ആ കേസുമായിട്ട് സഹകരിച്ചു. അത് രാഷ്ട്രീയമായി എടുത്തിരിക്കുന്ന ഒരു കേസാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങളതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഈ കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെതിരായി കേസെടുത്തിരിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ തലേദിവസമല്ലേ ഈ കേസിലെ ഒരു കക്ഷി കോടതിയിൽ പോയപ്പോൾ കോടതി ആ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കോടതി പോയപ്പോൾ ആ പെറ്റീഷൻ തള്ളി അന്വേഷണം തുടരണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടത്? അപ്പോൾ നിയമപരമായ വഴിയല്ലേ അന്വേഷണം ഉള്ളത്? അപ്പം ഞങ്ങളെങ്ങനെയാണ് ഈ റെയ്ഡ് നടത്തിയതിനെയും ഈ അന്വേഷണം നടക്കുന്നതിനെയും വിമർശിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്താ അധികാരമുള്ളത്? ഞങ്ങളങ്ങനെ പറയാമോ? ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച് അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങളതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആണോ? ഞാൻ വളരെ ജെന്യുവനായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ഞങ്ങളതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി അല്ല, ഞങ്ങൾക്ക് അതിൻ്റെ അകത്തില്ല. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്, അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരുടെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നിലപാടുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ തമാശയാണിത്. ആദ്യത്തെ തമാശ 14 പ്രാവശ്യം റിക്കവറി നടത്താൻ പോയിട്ട് ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ സർക്കാർ വന്നതിൻ്റെ പിറ്റേ ദിവസം റിക്കവറി എറണാകുളത്തെ ഭൂമിയിൽ നടത്തിയപ്പോൾ അതിന് സമരം ചെയ്യാൻ പോയ മന്ത്രിമാരുടേതായിരുന്ന ആദ്യത്തെ തമാശ. ഇത് കേട്ടസി കോളാണ്. എനിക്ക് മുൻപുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും അവരുടെ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേട്ടസി കോളാണ്. ഞാനും അത് ചെയ്തു. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമയത്ത്. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ല കരയണോ ഇത് കേട്ടിട്ട്? നിങ്ങളൊന്ന് ആലോചിക്കുക. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാമോ, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ അയഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. എന്താണ് നടക്കുന്നത് കേരളത്തിൽ?
നരേന്ദ്രമോദിയെ കണ്ടു. 2 ദിവസം അവധിയല്ലായിരുന്നു, പിന്നെ ഒരു ഞായറാഴ്ച. ആകെ ഒരാഴ്ചയിലെന്ന് വന്നിട്ട് അതിലിടയിൽ ഒരു ഞായറാഴ്ച പോയി, പിന്നെ 2 ദിവസം അവധിയും പോയി. ഒന്ന് നിൽക്കട്ടെ, അതൊക്കെ ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധിച്ച് വേണ്ട നടപടികൾ ഉചിതമായ സമയത്ത് സ്വീകരിക്കും. എന്നൊന്നും അങ്ങനെ അനാവശ്യമായ കാലതാമസം ഒരു കാര്യത്തിലുണ്ടാവില്ല. അല്ലല്ല, അതൊക്കെ നമ്മളല്ലേ, ചീഫ് സെക്രട്ടറി അല്ലല്ലോ കേരളം ഭരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിരഞ്ഞെടുത്തത്. ചീഫ് സെക്രട്ടറി അല്ലല്ലോ, ഞങ്ങളെയല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഞങ്ങളല്ലേ തീരുമാനങ്ങൾ എടുക്കണം. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാണ് അദ്ദേഹം അടക്കമുള്ള ജോലി. അദ്ദേഹം അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് അല്ല, അതിൻ്റെ അകത്ത് ഞാൻ വളരെ മുൻപ് അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ട് ഈ കമ്പനികളിൽ നിന്നൊക്കെയുള്ള ഫണ്ടാണ്. അങ്ങനെ CMRLൻ്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. ആ പണം മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. ഇവിടുത്തെ കേസ് ഒരു കമ്പനിയും ആ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൽ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജി കമ്പനിയിലേക്ക് വലിയ തുക അയച്ചു കൊടുത്തു. ക്ലയൻറ്റ് സർവീസിന് വേണ്ടിയിട്ടാണ് അയച്ചു കൊടുത്തത്. എന്നാൽ ക്ലയൻറ്റ് സർവീസ് നടത്താതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മണി ലോണ്ടറിങ് ആണ്. അതുകൊണ്ടാണ് PMLA ആക്ട് വരുന്നത്. മനസ്സിലായില്ലേ? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്ന എന്നാണ് കേസ്. കേസിൻ്റെ ശരി മെറിറ്റും ഡിമെറിറ്റും അല്ല ഞാൻ പറയുന്നത്, അതാണ് ആ കേസ്. അതും രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ്സുകാരിൽ നിന്ന് പണം മേടിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരുടെയും ഇപ്പോൾ CPMൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. CPM ഈ വ്യക്തിയുടെ നിന്ന് CPM വാങ്ങിച്ചിട്ടുണ്ട് പണം. CPM നേതാക്കളൊക്കെ ആയിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ആൾ, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇപ്പുറത്തുള്ള ആളാണ്, ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. വ്യവസായിയായിട്ടുള്ള ഒരാളാണ്. കൊച്ചിയിലെ വലിയ പ്രധാനപ്പെട്ട വ്യവസായിയായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനമാണത്. അത് അവരെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സംഘടനകളും അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും പൈസ മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അത് ഞാൻ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ഇൻ ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അതൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണല്ലോ. നമുക്കതിൻ്റെ അകത്ത് എന്താണ്, റെയ്ഡ് നടത്താൻ പാടില്ല, അന്വേഷണം നടത്താൻ പാടില്ല. ED എങ്ങനെ അന്വേഷണം നടത്തണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ വളരെ ഫെയർ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഗവൺമെൻറ്റിന് ചില പരിമിതികളില്ലേ? ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ED ഇപ്പോൾ CBI ഒരു കേസ് അന്വേഷിക്കുന്നു, നമ്മുടെ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. CBI വരുമ്പോൾ ഉടനെ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മുടെ DGPയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിളിച്ചു വരുത്തി ഈ അന്വേഷണം ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതൊരു കേസ് അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അത് CPM ആണ്, അവരത് പറഞ്ഞോട്ടെ. പിന്നെ നിയമപരമായ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കണമെങ്കിൽ എനിബഡി ക്യാൻ അപ്രോച്ച് എ കോർട്ട്. CMRL കോടതി പോയി ഈ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി ആ പെറ്റീഷൻ തള്ളിയിട്ട് ഈ അന്വേഷണം തുടരാൻ പറഞ്ഞു EDയോട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് EDയുടെ ഈ റെയ്ഡ് നടന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പരിമിതികളുണ്ട്. റെയ്ഡ് നടപടികൾക്ക് പിന്നാലെ തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാർഡ് മുന്നിൽ വെച്ച് വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ള ED സംഘത്തിന് നേരെ CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്രമണമുണ്ടായി. ചുടുകട്ടയും വടികളും ഉപയോഗിച്ച് ED സംഘത്തിന്റെ വാഹനങ്ങൾ തല്ലി തകർക്കുകയും ജീവനക്കാർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. നിലവിൽ കസ്റ്റഡിയിലായ 8 പേരിൽ 5 പ്രതികളെ വഞ്ചിയൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ കൗൺസിലർ IP ബിനു, മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി എന്നിവരെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതും ഇവർക്ക് ഒളിവിൽ പോകാൻ പോലീസ് സഹായം ലഭിച്ചെന്ന ആരോപണവും നിലവിൽ വലിയ രാഷ്ട്രീയ പുകിലിന് കാരണമായിട്ടുണ്ട്. രാജ്യത്തുടനീളം ED അന്വേഷിക്കുന്ന കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായ സാഹചര്യത്തിൽ വകുപ്പിലെ തസ്തികകൾ 60% വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉത്തരവിറക്കി. പുതിയ ED ഡയറക്ടർ രാഹുൽ നവീന്റെ ശുപാർശ പ്രകാരം അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ മുതൽ അഡീഷണൽ ഡയറക്ടർ തസ്തിക വരെയും നിയമവിഭാഗത്തിൽ 61 പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും പുതുതായി നിയമിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് നിലവിലുള്ള 2100 ജീവനക്കാർക്ക് പുറമെ 1200 മുതൽ 1300 വരെ പുതിയ ജീവനക്കാർ കൂടി EDയിൽ നിയമിതരാകും.
16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഔദ്യോഗികമായി ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച ജനപ്രിയ വാഗ്ദാനങ്ങളായ ഇന്ദിരാ ഗ്യാരണ്ടികൾക്ക് മുൻഗണന നൽകുന്നതായിരുന്നു നയപ്രഖ്യാപനം. ജനങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. The Indira guarantees announced by my government reflect its social commitment to the people of Kerala. On the very day it assumed office, my government declared its commitment to making free travel in KSRTC buses across the state a permanent entitlement for women in Kerala. My government will provide ₹1,000 per month to girl students in colleges to support their education. My government will raise the welfare pension to ₹3,000 per month for all eligible beneficiaries. My government will provide free health insurance coverage of ₹25 lakh per family per year to every family in Kerala under the Umenchandi Arogya Insurance Scheme, named after the former Chief Minister, the late Shri Umenchandi. My government will provide interest-free loans of ₹5 lakh to young people who wish to become entrepreneurs. Kerala's youth are ambitious, educated, and capable. This guarantee gives them the seed capital to prove their potential at home rather than abroad. My government, in the very first meeting of the Council of Ministers, has taken the decision to create a dedicated department for the welfare of the elderly, the first such department among the states in the country. My government will implement an integrated development program harnessing the full potential of Kerala 600.15 kilometers coastline, 44 rivers, 34 lakes, and 4 international airports. My government aims to transform the state into an integrated port-led hub. My government will comprehensively develop Kerala's aviation sector. My government will develop a pipeline of aviation infrastructure projects that will position Kerala as a significant hub for civil aviation in South Asia. My government will provide comprehensive support to enable more than 10,000 micro, small, and medium enterprises to attain greater level of competitiveness. Agriculture remains a key priority of my government. Farmers across Kerala face serious challenges. Rising input costs, price fluctuations, climate-related uncertainties, persistent wildlife attacks, fragmented land holdings, inadequate irrigation coverage, fallowing of land, suboptimal mechanization of climate and climate change induced disasters, and my government is committed to address each of these with urgency. Steps will be taken to improve farm incomes, strengthen procurement systems, revise floor prices, and ensure timely and fair prices for paddy, coconut, rubber, and other agriculture products. The concerns of farmers in high-range regions and wildlife-affected areas will receive special attention, with strengthened compensation mechanism and effective preventive systems to reduce human-wildlife conflict. സ്ത്രീ ശാക്തീകരണ രംഗത്ത് വിപ്ലവകരമായ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയത്. പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റിയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ചു. കൂടാതെ അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും ഉറപ്പു നൽകുന്നുണ്ട്. കർഷക ക്ഷേമത്തിനും ഭൂസംരക്ഷണത്തിനും വലിയ പ്രാധാന്യമാണ് നയപ്രഖ്യാപനത്തിൽ നൽകിയിരിക്കുന്നത്. ദശകങ്ങളായുള്ള ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളും 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും
സമഗ്രമായി പരിഷ്കരിക്കുമെന്നും കർഷകർക്ക് വ്യവസ്ഥകളില്ലാത്ത പട്ടയം ഉറപ്പാക്കുമെന്നും സർക്കാർ അറിയിച്ചു. പ്ലാന്റേഷൻ മേഖലയിലെ നിയന്ത്രണങ്ങളിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം പൊതുഭൂമി സംരക്ഷിക്കാനും വ്യവസായ വളർച്ച ഉറപ്പാക്കാനുമായി പുതിയ ലാൻഡ് കമ്മീഷനെ നിയോഗിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ ITIകളും മറ്റ് പരിശീലന കേന്ദ്രങ്ങളും അത്യാധുനിക ലാബുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളും സഹിതം നവീകരിക്കും. പുതിയ കാലത്തെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലൂടെ യുവാക്കൾക്കും സ്ത്രീകൾക്കും സംരംഭകരാകാൻ അവസരമൊരുക്കും. ഗോത്രവർഗക്കാരുടെ വനാവകാശ നിയമം കർശനമായി നടപ്പിലാക്കാനും ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനുമായി സമയബന്ധിതമായ മിഷൻ ആരംഭിക്കും. ഇതിനു പുറമെ ലൈഫ് മിഷന് കീഴിലെ വീടുകൾ നവീകരിക്കുകയും ഉന്നത വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. PSC, UPSC മത്സര പരീക്ഷകൾക്കായി പ്രത്യേക പരിശീലനവും സംരംഭകർക്ക് ലോൺ സഹായങ്ങളും ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നതായി ഗവർണർ പറഞ്ഞു. My government will intensify efforts to ensure comprehensive infrastructure development in scheduled caste Nagars to have habitats by prioritizing the provisions of essential civic amenities and improving lively conditions. My government will undertake a comprehensive revamp of the housing support framework for scheduled caste beneficiaries under the Life Mission. My government will take up renewal mission focusing on employment and entrepreneurship to empower scheduled caste youth, women and others through modern skill development and enterprise promotion. The industrial training institutes under the Scheduled Caste Development Department will be comprehensively revamped through modernization of workshops and laboratories, introduction of new generation and industry-oriented courses, smart classrooms, digital learning facilities, and establishment of centers of excellences in high-demand sectors. My government is deeply committed to the institutional promise of equality and justice for our scheduled tribe communities. The right to land is the foundation of dignity for tribal communities. My government will fully implement the Scheduled Tribes and other traditional forest dwellers recognition of Forest Rights Act 2006 and take firm steps to prevent further alienation of tribal lands. A time-bound mission will be launched to clear all pending individual forest rights and community forest right claims, with focused action at the district level to avoid administrative delays. The Kerala Restriction on Transfer, Buy and Restoration of Lands to Scheduled Tribes Act 1999 will be implemented with rigorous administrative oversight, and encroachments on tribal lands will be dealt with under strict penal provisions. My government will launch housing schemes for scheduled tribe families and formulate a special program for the reconstruction of depleted and uninhabited dwellings belonging to these communities, respecting their unique socio-cultural and geographical requirements. My government recognizes that education is the most powerful instrument of social transformation. Educational benefits for students will be enhanced and distributed in a time-bound manner through a revamped e-grants portal. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ രംഗത്തുണ്ടായ ഗുണനിലവാര തകർച്ച പരിഹരിക്കാൻ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങളും മനുഷ്യവിഭവശേഷിയും ശാസ്ത്രീയമായി വർദ്ധിപ്പിക്കും. അതോടൊപ്പം കേരളത്തെ ലോക നിലവാരമുള്ള സ്പോർട്സ് ഹബ്ബാക്കി മാറ്റാൻ അത്യാധുനിക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി പ്രത്യേക പോർട്ടൽ ആരംഭിക്കുമെന്നും വയോജന സൗഹൃദ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.